അസ്സലാമു അലൈക്കും. ഇന്നിവിടെ കറിക്ക് കുറച്ച് ഞണ്ട് വാങ്ങി. അതിന് ഞണ്ട് കറി വെക്കാം. നിങ്ങൾക്കെല്ലാം എന്ത് വിശേഷം? സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാം കറി എന്ത് മീന, ഇറച്ചിയ, ചിക്കനാ, എല്ലാ പച്ചക്കറിയാ? കണക്കത്തിൽ ഞണ്ടും അതിനെ പൊളിച്ച് നന്നാക്കി വെക്കുന്ന നോക്കാം. ഞണ്ടിൻ്റെ ഓപ്പണിങ് നോക്കാമോ? ഞണ്ട് എങ്ങനെ ഞണ്ടിൻ്റെ വേസ്റ്റ് വാങ്ങിയതാണ്. മതി, ഞങ്ങൾക്ക് 2 പേർക്ക് ധാരാളം. അപ്പം നമ്മൾ ചട്ടി നല്ലോണം ചൂടായി എണ്ണ ഒഴിച്ച് കറക്കി കൊടുക്കാം. ചൂടായി വരുമ്പം ഇത്തിരി ഉള്ളിവാട്ട, ഇത്തിരി കടുകിട, ഇത്തിരി കുഞ്ഞുള്ളി, വെളുത്തുള്ളി വെച്ചിടാം. വെച്ചല്ല, ചതച്ചത് ഇഞ്ചി. ഞാൻ 2 കറി വെക്കുന്ന ഈ രീതിയിലാണ്. നിങ്ങൾ വെക്കുന്ന രീതി കണ്ടിട്ട് കമ്പനിയിൽ പറയണം. വാടിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വാടിക്കും. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. വാടിയിട്ട് നല്ലോണം പാകം. ഇത് മസാല ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക്, മസാലകളെല്ലാം അതിൻ്റെ ഒരു പച്ചമണം പോയി കഴിഞ്ഞു. നല്ല മണം. ഇതിലേക്കുമ്പോൾ തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കിയത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് നോക്കാം. പിന്നില്ലേ, നിങ്ങൾ വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞിരുന്നേ. ഇത് ഞാൻ നാടൻ രീതിയിലാണ്, നമ്മളെ ഉമ്മമാരിൽ വെക്കുന്നില്ലേ ആ രീതിയിലാണ്. ഇതിലിട്ട് കൊടുക്കാം. നല്ല വെട്ടിത്തിളച്ച് നമുക്ക് മീനൊക്കെ കൊടുക്കാം. ഞാൻ നല്ല തിളക്കട്ടെ. ഇങ്ങനെ തിള വന്ന് ഇതിത്തിരി മല്ലി ഇട്ട് കൊടുക്കുക. ഇത്തിരി വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക.
തുടക്കക്കാർക്കായിരിക്കും ഇത് കണ്ട് പഠിക്കാനായി. ഭക്ഷണം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കുട്ടികളില്ല, ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്ന പിള്ളേർ, ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഇതൊക്കെല്ലാം നോക്കി പഠിക്കാം. ഞണ്ട് കറി ഇങ്ങനെ നാടൻ രീതിയിലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കമൻറ്റ് പറയണേ. എല്ലാ തെറ്റുകുറ്റങ്ങളും അതിൽ പറഞ്ഞാലല്ലേ അമ്മക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മളെ ചീരക്കറിയും